മുതലാളിമാർ പല രീതിയിലും അത് സ്വാധീനിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ തന്നെയാണ് സമരം ചെയ്യുന്നത്, തൊഴിലാളികൾ തന്നെയാണ് സമരം ചെയ്യുന്നത്. അവിടെ പിന്നെ സ്വാധീനം വരില്ല. അപ്പോൾ ഒരു ക്യാമറ ഉണ്ട് പല സ്ഥലത്തും. മുതലാളി ചിലപ്പോൾ ഗൾഫിലൊക്കെ AC റൂമിലൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് നോക്കുക, ഇവർ ഇരിക്കുന്നുണ്ടോയെന്നാണ് നോക്കണേ, അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യണ്ടോയെന്ന് നോക്കുക. അന്നേരം ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ വിളിച്ചറിയും HR-നെ. ആ ഒറ്റക്കാലിൽ നിൽക്കണേ മറ്റേ കാലം അടിച്ചു പിടിച്ചാൾ എന്നുള്ള ലെവലിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്തേക്കെന്ന് പറയും. ഇപ്പം ഞങ്ങൾ ഈ ടോയ്ലറ്റ് കാര്യം പറയാൻ വേണ്ടി പോകുന്നത് പുരുഷ നേതാക്കന്മാരുടെ അടുത്താണ്. അവരോട് ഞങ്ങളിങ്ങനെ ഈ അവസ്ഥ പറയുമ്പോൾ അത് മൂത്രമൊഴിക്കുന്ന പ്രശ്നമല്ലേ, അത് എവിടെയെങ്കിലും ഒന്ന് പോയി മൂത്രമൊഴിച്ചോളി എന്ന് പറയുന്ന രീതിയിൽ വളരെ നവറായിട്ടാണ് അവരൊക്കെ കാണുന്നത്. 16 കൊല്ലം മുമ്പൊരിക്കൽ ജോലി തേടി പുറപ്പെട്ട CEO-മാരുടെ കതരത്തിൽ കഥയൊന്ന് കേൾക്കണം എന്ന് ഞങ്ങൾ പന്തൽ കെട്ടിങ്ങോട്ട് പോരുക. പല പ്രാവശ്യം അവരെ സമീപിച്ച് 1000 ഉറുപ്പ്യ 1500 ഉറുപ്പ്യ ശമ്പളത്തിന് ഞങ്ങൾ ഇടപെടുന്ന ഒരു സ്ത്രീ തൊഴിലാളികൾ നിർബന്ധമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ തൊഴിലാളി യൂണിയനെ കാണുന്ന ഇപ്പം മുതലക്കുളം തൊഴിലാളികളെ സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുതലക്കുളം തൊഴിലാളികളൊക്കെ നമ്മളെ മെമ്പർമാരാണ്. അവിടെ പുരുഷനുണ്ട് സ്ത്രീയുമുണ്ട്. അവരൊക്കെ തോളോട് തോൾ നിന്ന് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, തൊഴിലെടുക്കണം ഒക്കെ അങ്ങനെയാണ്. എന്നാലും സ്ത്രീ പീഡനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അക്രമം ഗാർഹിക പീഡനം അവിടെയും നടക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആളുകൾ പറയും പറ്റൂല, സ്ത്രീകൾ പറയും ഞങ്ങൾ ആക്രമിക്കാനൊന്നും പാടില്ല എന്നുള്ളത്. ഞാനും അവരോട് പറയും, അവരും പറയും. അങ്ങനെയൊക്കെ ആണ്, അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ തൊഴിലാളി സ്ത്രീകൾ ഈ തരത്തിൽ എന്താ പറയുക, സഹനത്തിൻ്റെ പാതയിൽ നിന്ന് അവകാശത്തിൻ്റെ പാതയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് വലിയൊരു മാറ്റം. പണ്ടെല്ലാം സഹിക്കുക, ഇപ്പോൾ സഹിക്കൂല. പറയും ഞങ്ങൾക്ക് ഇങ്ങനെ സംഘടന ഉണ്ട്, ഞങ്ങൾ യൂണിയനുണ്ട്. മറ്റു യൂണിയൻ ഞങ്ങളൊരു സമരം ചെയ്യുകയാണെങ്കിൽ അവർ നല്ലതിനും വരില്ല ചീത്തയ്ക്കും വരില്ല. ഞങ്ങൾ ഓരോരുത്തർ പോയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയലുമില്ല. കാരണം ഇത് മുതലാളി തൊഴിലാളി സമരമാണ്. മുതലാളിമാർ പല രീതിയിലും അത് സ്വാധീനിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ തന്നെയാണ് സമരം ചെയ്യുന്നത്, തൊഴിലാളികൾ തന്നെയാണ് സമരം ചെയ്യുന്നത്. അവിടെ പിന്നെ സ്വാധീനം വരില്ല. നമ്മളൊരു ഏജൻ്റ് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ മറ്റ് തൊഴിലാളി യൂണിയനൊക്കെ ഒരു തൊഴിലാളികളല്ലേ സമരം ചെയ്യണമെന്ന് വെച്ചാൽ അതിലൊരുപാട് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ CPM ആണ് ഇവിടെ, CITU ആണ് സമരം ചെയ്യണമെന്ന് വെച്ചോളൂ. എന്നാൽ അവർക്ക് മുതലാളി സംഘടനയുണ്ട്, വ്യാപാരി വ്യവസായി സമിതിയുണ്ട്. INTUC ആണ് ഇവിടെ സമരം ചെയ്യുന്നതെന്ന് വിചാരിച്ചോളെ, അവർക്കും മുതലാളി സംഘടന ഉണ്ട്. ഏതാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ യൂണിയനുകൾക്കൊക്കെ മുഖ്യധാര രാഷ്ട്രീയ യൂണിയൻ്റെ പാർട്ടീൻ്റെ യൂണിയനൊക്കെ ആണ് സമരം ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അതേപോലെ തന്നെ മുതലാളി സംഘടനയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കതില്ല.
ഞങ്ങളെ യൂണിയന് സ്ത്രീകൾ തൊഴിലാളികളാണ്. തൊഴിലാളികളായിരിക്കണം, സ്ത്രീകളായിരിക്കണം ഞങ്ങളെ സമരത്തിന്. വേറെ മുതലാളി സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റായിട്ട് സമരം ചെയ്യാൻ പറ്റും. മറ്റവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം രണ്ടും അവരെ സംരക്ഷണം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ലേ, അവർക്ക് വിട്ടുവീഴ്ച വേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങളത്തേക്ക് ഓടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഒരു ഞങ്ങൾ കോൺഗ്രസിൻ്റെ പിന്നെ വാലല്ല, എന്താ അവിടെ ഇടതുപക്ഷത്തിനും വാലൊന്നല്ല. ഇടതുപക്ഷമാണോ വെച്ചാൽ ഇടതുപക്ഷമാണ് ഞങ്ങൾ. പക്ഷേ ഇത്തരം കാര്യത്തിൽ ഞങ്ങൾക്ക് കോംപ്രമൈസ് ഒന്നുമില്ല. ഇത്തരം കാര്യത്തിൽ ഞങ്ങൾക്ക് തൊഴിലാളികൾ സ്ത്രീകളാണ് പ്രധാനം. ഇരിക്കൽ സമരം എന്ന് പറയാൻ കൂപ്പൺമാൾ സമരം ഞാൻ പറഞ്ഞില്ലേ. കൂപ്പൺമാൾ സമര സമയത്ത് അതിന് മുന്നേ ഞങ്ങൾ മിഠായി തെരുവിൽ ഞങ്ങളിങ്ങനെ എന്തോ ആവശ്യത്തിന് ഇങ്ങനെ പോയപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി പോകുമ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കാണ് ഓടുന്നതെന്ന്. ആ പോണ വയ്ക്കുക അവന് ടോയ്ലറ്റിൽ പോവുകയാണ് ചേച്ചി, മൂത്രയ്ക്കുള്ള അവകാശം കിട്ടി, ഇരിക്കണം ചേച്ചി, കാലിൻ്റെ കണ്ടില്ലേ എന്നിട്ടിങ്ങനെ കാല് സാരി വയ്ക്കുമ്പം ഇതാണ് വെരിക്കോസ്. ഇരിക്കാനുള്ള സൗകര്യം കൂടി കിട്ടിയാൽ സമാധാനം. ഇനി ഇടവേളകളിൽ കിട്ടിയാൽ മതി, കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കാം. നമുക്ക് മൂത്രപ്പുര സമരം പോലെ ഇരിക്കൽ സമരവും നടത്താം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ കൂപ്പൺമാൾ സമരമുള്ളത്. കൂപ്പൺമാൾ സമരത്തിന് ഞങ്ങൾ അവിടെ ഗരാവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. കാരണം തീരുമാനമാവുന്നില്ല. അതിനാവും പകലും ഞങ്ങളവിടെ നിൽക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഇരിക്കാൻ സ്റ്റൂളും കസേരയൊന്നും ഇല്ലയെന്ന് വെച്ചപ്പോൾ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല, കസ്റ്റമേഴ്സിന് ഇരിക്കുക, നമുക്ക് ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് ഞങ്ങൾ മിഠായിത്തെരുവിലെ ആ സ്ത്രീക്കും പറഞ്ഞതും തൊഴിലാളി സ്ത്രീ പറഞ്ഞതും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ അന്വേഷണം നടത്തി പഠിച്ച് അവിടെ ഇരിക്കാമല്ലോ. 24 hours ഞങ്ങൾ സമരമായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഞങ്ങളത് ഇതാണ് ഇരിക്കാനൊരു സംവിധാനം ഇല്ലാത്തത്. ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഇരിക്കാൻ സ്ഥലമുണ്ട്, ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. അത് 2-3 സോഫ പോലത്തെ സാധനമുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ആ സമരം വിജയിച്ച് അവർക്ക് എല്ലാ PF ഇതൊക്കെ കൊടുത്ത് എല്ലാം ഇവരെ ഗ്രാറ്റുവിറ്റിയും ഇവരെ ആനുകൂല്യവും ഒക്കെ കൊടുത്തു, കോമ്പൻസേഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ കൊടുത്ത് അത് വിജയിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊരു പ്രശ്നമാണല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ അടുക്കളയിലും രാവിലെ എണീച്ചാൽ നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടിയ ബസ്സിൽ തൂങ്ങി പിടിച്ച് നിന്നിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് ഓടുന്നത്. ഷോപ്പിലും 10-11 മണിക്കൂർ ഒരേപോലെ നിൽക്കുക. അപ്പോൾ ഒരു ക്യാമറ ഉണ്ട് പല സ്ഥലത്തും. മുതലാളി ചിലപ്പോൾ ഗൾഫിലൊക്കെ AC റൂമിലൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് നോക്കുക ഇവരിയ്ക്കുന്നുണ്ടോയെന്നാണ് നോക്കണേ, അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യണ്ടോയെന്ന് നോക്കുക. അന്നേരം ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ വിളിച്ചറിയും HR-നെ. ആ ഒറ്റക്കാലിൽ നിൽക്കണേ മറ്റേ കാലം അടിച്ചു പിടിച്ചാൾ എന്നുള്ള ലെവലിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ ഇവർ അവസാനം നിന്ന് കാല് കടയുമ്പോൾ ഇവിടെ ടോയ്ലറ്റിലേ പോവും. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ അല്ലേ, അപ്പം അതിൽ ഇരിക്കാമെന്ന് ചോദിച്ചാൽ ഓടുന്ന അതിന് പഞ്ചിങ് ഉണ്ട്. ബാത്റൂമിൽ പോണേ പോലും പഞ്ചിങ് ഉണ്ട് അന്നൊക്കെ. അങ്ങനെ പഞ്ച് ചെയ്തിട്ടാണ് ഇവർ ബാത്റൂം പോവുക. അത് 5 മിനിറ്റ് കൊണ്ട് ബാത്റൂം പോയി വരണം. അതിൽ കൂടുതലായാൽ അതൊരു ദിവസത്തെ ഇപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ 5 മിനിറ്റ് പഞ്ച് ചെയ്യാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒരു കട്ടാക്കും പൈസ. അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ട് 5 മിനിറ്റ് ഇറങ്ങാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ അതും പൈസ കൂടി കട്ടാക്കി അത് ആ മിനിറ്റുകൾ മണിക്കൂറാക്കി, മണിക്കൂറുകളായിട്ട് അര ദിവസമായിട്ട് അങ്ങനെ ഒരു ദിവസമാക്കി. അങ്ങനെ എങ്ങനെയാണ് കൂലി കിട്ടുക? ഇവരെ കൂലിന്ന് പൈസ വെട്ടി ലാഭം ഉണ്ടാക്കുക മുതലാളിമാർ. അങ്ങനെ അതും ഒരു ലാഭമാണ് മുതലാളിമാർക്ക്. അതിനെതിരെയൊക്കെ നമ്മൾ ശക്തമായി സമരം ചെയ്ത് പിന്നെ ഇവിടുത്തെ നഗരത്തിലൊരു ഷോപ്പിൽ ആ സിനിമ പറയില്ലേ, പുറത്തുള്ള ടോയ്ലറ്റ് ഇവർ തുറക്കൂല, ഉള്ളിലുള്ള ടോയ്ലറ്റൊക്കെ കസ്റ്റമേഴ്സിനുള്ള ഇവർക്കുള്ളതല്ല. പിന്നെ പുറത്തുള്ള ടോയ്ലറ്റ് എന്നാൽ തുറന്നു കൊടുക്കുക, അതില്ല, അത് മുതലാളി വന്നിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ അതെന്താ ഇതിൻ്റെ കൂട്ടനുസരിച്ച് ചോദിച്ചു ഞങ്ങൾ. ഇതെന്താ ഞങ്ങൾ
പുറത്തുള്ള ബാത്റൂം തുറന്നു കൊടുക്കാത്ത, ഇവർക്ക് ബാത്റൂമിലൊക്കെ പോകണ്ടേ, ദൂരെ നിന്ന് വരുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിച്ച്. പിന്നെ സ്ത്രീകളല്ലേ, അവർക്ക് മാസക്കുളി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അതൊരു കൃത്യമായ സമയത്തൊക്കെ ഒരു ഏജ് സമയത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഈ മുതലാളി ഞങ്ങൾ സംസാരിക്കും. മുതലാളി നമ്മളെ മുഖത്തേക്ക് വരില്ല, മാനേജർമാരാ. അന്നേരം ഓര് പറയുന്നത് എന്താ, ഇവർ തുണി മോഷ്ടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ആ പാവാടേൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട് പൂത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ പ്രശ്നമാക്കി നിർബന്ധമായിട്ട് നാളെ മുതൽ അല്ല ഇന്ന് വൈകുന്നേരം മുതൽ ടോയ്ലറ്റിൻ്റെ കീ വാച്ച്മാന് കൊടുക്കുക. ടോയ്ലറ്റ് അല്ലെങ്കിൽ തുറന്നിടുക. തൊഴിലാളികൾ എപ്പോൾ വരുന്നു അവർക്ക് ടോയ്ലറ്റിൻ്റെ ഉപയോഗം ഉണ്ടാവും, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ഇത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണ്. ഇത് അടച്ചിടാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ല. കോഴിക്കോട് നടക്കൂല പറഞ്ഞ് പല ന്യായീകരണം പറഞ്ഞെങ്കിലും ഒരു ടോയ്ലറ്റ് തുറന്നിട്ട്, വാച്ച്മാൻ്റെ കയ്യിലൊന്നും കൊടുത്തില്ല, തുറന്നിട്ട് രാവിലെ കട തുറക്കുമ്പോൾ ടോയ്ലറ്റ് തുറക്കും, രാത്രി കട പൂട്ടുമ്പോൾ ടോയ്ലറ്റ് അടയ്ക്കും. അതല്ലേ ശരി. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കോഴിക്കോട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര തലത്തിൽ തൊഴിലാളികളെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത അവസ്ഥയിൽ അത് നടക്കൂല. ഇനി കോഴിക്കോട് നടക്കൂല. ഇനി ഞങ്ങളെ കാലശേഷം നടക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവും ചോദിക്കാനും പറയാനും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇടതുപക്ഷ യൂണിയനൊക്കെ ഇത്തരം കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഈ യൂണിയൻ്റെയൊക്കെ തലപ്പത്ത് സ്ത്രീകൾ വരണം. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും സ്ത്രീകൾക്കാണ് സ്ത്രീകൾ മനസ്സിലാവുക. അപ്പം ഞങ്ങൾ ഈ ടോയ്ലറ്റ് കാര്യം പറയാൻ വേണ്ടി പോകുന്നത് പുരുഷ നേതാക്കന്മാരെടുത്താണ്. അവരോട് ഞങ്ങളിങ്ങനെ ഈ അവസ്ഥ പറയുമ്പോൾ അത് മൂത്രമൊഴിക്കുന്ന പ്രശ്നമല്ലേ, അത് എവിടെയെങ്കിലും ഒന്ന് പോയി മൂത്രമൊഴിച്ചോളി എന്ന് പറയുന്ന രീതിയിൽ വളരെ നവറായിട്ടാണ് ഓരൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ പറയണം, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് പോകണമെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അപ്പം ഞങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവില്ല, അനുഭവമില്ല. അപ്പോൾ അവരുടെ തലപ്പത്ത് സ്ത്രീകളായിരിക്കണം, യൂണിയൻ്റെയൊക്കെ തലപ്പത്ത് സ്ത്രീകളായിരിക്കണം, പാർട്ടീൻ്റെ തലപ്പത്ത് സ്ത്രീകളായിരിക്കണം. സ്ത്രീകളെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ സ്ത്രീകൾക്കേ പറ്റുള്ളൂ. ഒരു ദളിത് പ്രശ്നം പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ അവൻ ദളിതനയക്കണം. അങ്ങനെ ആ തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളൊക്കെ എന്താ പറയുക, ഭരണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നാൽ ഭരണം എല്ലായിടത്തിലും എത്തും, മാറ്റങ്ങൾ എല്ലായിടത്തിലും വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞങ്ങൾ 25 ആളുകൾ തുടങ്ങിയതാണ് കോഴിക്കോട്. ഞങ്ങൾ കോഴിക്കോടിൻ്റെ പുറത്ത് തന്നെ തൃശ്ശൂർ കല്യാണസാരിക്ക് മുന്നിൽ ഞങ്ങളൊരു സമരം നടത്തിയതിന് അത് ഞങ്ങൾക്ക് അത്ര പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോകണം. തൃശ്ശൂരിലുള്ള ആളുകൾ പക്ഷേ ഞങ്ങളത് CPIൻ്റെ യൂണിയൻ അത് കേസായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ലായിരുന്നു. രജിസ്ട്രേഷൻ കിട്ടാത്തതുകൊണ്ട് CPIൻ്റെ INTUC എന്താണ് ഓരോ AITC അവരാണ് പിന്നെ അത് കേസൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടിൻ്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് എത്രമാത്രം പ്രായോഗികമാവും, കോഴിക്കോട് ചെയ്യുന്നത്ര അത് എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളത് പേടിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ആളുകൾ അനുഭവം കൊണ്ട് വളർന്നു വരണം. 3000-ലേറെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അത് കൂടുക എന്നുള്ളത് കുറയില്ല. കാരണം കുറേ തൊഴിലാളികളുണ്ട്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ, പുരുഷന്മാർ കുറവാണ്. ടൈലർമാരടക്കമാണ് ഞാൻ പറയുന്നത്. പരാജയം വളരെ കുറവാണ്. കാരണം ഞങ്ങൾ നടത്തിയ സമരങ്ങൾ ആദ്യം മൂത്രപ്പുര സമരം 2010 അത് വിജയിച്ചിട്ടുണ്ട്. കാരണം ജെന്യൂനാണ്. രണ്ടാമത് ഞങ്ങൾ നടത്തിയത് ഈ പിന്നെ കൂലിക്ക് മൂല്യമില്ലാത്തത് ഗിജേജിൻ്റെ സമരമാണ്. അനക്സിൻ്റെ ഇടയിൽ 6 ബിൽഡിങ് അടിച്ചറിയാൻ കൊടുക്കുക 1000 രൂപയാണ്.
അതിൽ ആ അടിച്ചു വരുന്ന ചണ്ടി അടക്കം ഗിരിജേച്ചിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ചണ്ടി കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഗിരിജേച്ചി 1000-200 രൂപ കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ചണ്ടി കോർപ്പറേഷൻ്റെ വണ്ടിയിലിടുക. കോർപ്പറേഷൻകാർ ഈ ചണ്ടി എടുക്കാൻ വന്നതാണ്. പക്ഷേ ആ തൊഴിലാളികൾ ഗിരിജേച്ചിൻ്റെ 1000 രൂപയിൽ നിന്ന് 200 രൂപ വാങ്ങും. അങ്ങനെ അത് ഞാൻ അറിയുക. അത് ഭയങ്കര കഷ്ടമാണ്. ഗിരിജേച്ചി എന്ന് പറഞ്ഞാൽ 1000 രൂപ 6 ബിൽഡിങ് അടിച്ചേരല കിട്ടുക. ഗിരിജേച്ചി നിവൃത്തിയില്ലാണ്ട് കിട്ടിയ പൈസ കൊണ്ട് ജീവിച്ച് ശീലിക്കുകയാണ്. ഭർത്താവ് തെങ്ങുമെന്ന് വീണിട്ട് കിടക്കുകയാണ്, മോള് പ്രസവിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഈ പൈസ വലിയ പൈസയാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ജീവിച്ച് ശീലിക്കുകയാണ് ഗിരിജേച്ചി. അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് കൊണ്ടെടുക്കുക. അങ്ങനെ ഞാൻ ഗിരിജേച്ചിയോട് പറഞ്ഞു, ഗിരിജേച്ചിക്ക് എന്തിനാണ് ഈ കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്നത്? ഒരു മുതലാളിമാരോട് വാങ്ങിക്കോട്ടെ. ചണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നല്ലോ, മുതലാളിമാരെ കടയിൽ നിന്ന് ഉണ്ടായതല്ലേ. അപ്പോൾ അത് വാങ്ങിക്കോട്ടെ, നിങ്ങൾ കൊടുക്കരുത് തന്നെ. ഗിരിജേച്ചി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗിരിജേച്ചി പിറ്റേ മാസം അതുപോലെ തന്നെ ചണ്ടി എടുക്കണേ പൈസ തരണം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പോവുക ഒരിടത്ത് കോർപ്പറേഷൻ തൊഴിലാളികളോട് പോയി പറയുക, അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾ പിന്നെ എന്താ പറയുക സ്കെയിൽ അടിസ്ഥാനത്തിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരല്ലേ. ഗിരിജേച്ചിക്ക് 1000 രൂപ ആകെ കിട്ടുന്ന ഈ 6 ബിൽഡിങ് അടിച്ചു കയറിയിട്ട് അതിൽ നിന്ന് ഞങ്ങൾ 200 രൂപ വാങ്ങണേ. നിങ്ങൾക്ക് ഷോപ്പുകാരോട് ചോദിച്ചൂടെ, ഗിരിജേച്ചി കൊണ്ടുവരുന്ന ചണ്ടിയല്ലല്ലോ, അവിടെ അടിച്ചു കയറിയിട്ട് കിട്ടുന്ന ചണ്ടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പുകാരോട് വാങ്ങിക്കോളൂ ഈ പൈസ, ഗിരിജേച്ചിയോട് വാങ്ങരുത് എന്ന് വാണിംഗ് കൊടുത്ത്. എന്നിട്ടും ഒരു പിറ്റേ പ്രാവശ്യം വാങ്ങി തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഗിരിജേച്ചി ഇനി നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ച് ഇയാൾ വാങ്ങുന്ന ഫോട്ടോ വാങ്ങിയിട്ട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് കൊണ്ടു കൊടുത്തു. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. 30 നടപടി എടുത്ത് പ്രശ്നമായി. അങ്ങനെ ഇയാൾ വാങ്ങൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ സമരമായി, ഇവർ പിടിച്ചു വിട്ട് ഗിരിജേച്ചിനെ, ബിൽഡിംഗ് ഓണേഴ്സ് പിടിച്ചു വിട്ടപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരുടെ കടയും പൂട്ടിച്ച്. 33 ഷോപ്പുണ്ടായിന്. നിങ്ങളെങ്ങനെയാണ് ഗിരിജേച്ചിനെ പിടിച്ചു വിടുക? നിങ്ങൾ ചെയ്ത അന്യായത്തിന് നിങ്ങൾ തന്നെയല്ലേ പരിഹാരം കാണേണ്ടത്. നിങ്ങൾ പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ല, ഓരോ ജീവിക്കാൻ സമ്മതിക്കില്ല, നിങ്ങളും ജീവിക്കണം. നിങ്ങൾ കട പൂട്ടി പോയിട്ട് പിറ്റേ ദിവസം തുറക്കാൻ വരുമ്പോൾ ജമ്മി ഇതിനൊക്കെ വേർത്ത് പൂട്ടിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ പറ്റൂലാന്ന് ഞങ്ങൾ സമരമാക്കി മാറ്റി, തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ, വിടൂല ഞങ്ങൾക്കും ജീവിക്കണ്ടേ, കച്ചവടക്കാർക്ക് മാത്രം ജീവിച്ചാൽ പറ്റില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലുള്ള ചർച്ചയിൽ ഗിരിജേച്ചിനെ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? പാർട്ട് ടൈം കൂലി ബേസിലാണ്, ശമ്പള ബേസിലാണ്. നിയമമുണ്ടല്ലോ ഇതിന്. 6000 രൂപ ശമ്പളമാണ്. 1 മണിക്കൂർ അവിടെ വന്ന് 33 ഷോപ്പ് അടിച്ചേരി വൃത്തിയാക്കിയതിന് 6000 രൂപ ശമ്പളത്തിന് ഗിരിജേച്ചിനെ തിരിച്ചെടുക്കുക. അങ്ങനെ ജെന്യൂൻ സമരങ്ങളായിരിക്കും. അന്യായം തന്നെയാണ് ചെയ്യുന്നത്. നിയമമുണ്ടല്ലോ എല്ലാത്തിനും. ഇല്ലാത്ത നിയമം ഇരിക്കാനേ ഇനി അത് സർക്കാർ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ഇപ്പോൾ. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങളോട് തിരിഞ്ഞു നിന്നാൽ ഞങ്ങളത് സമരം ചെയ്ത് നേടിയെടുക്കും. അത് കോടതിയിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. കോടതിയിലൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കും ഇല്ല, തൊഴിലാളികൾക്കും ഇല്ല. അത് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മുതലാളിക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ട്, തൊഴിലാളിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയുക, ജനങ്ങളെ ഇടയിലേക്ക് കൊണ്ട് വിളിച്ച് പറയുക, മുഖ്യധാരയിലേക്ക് എത്തിക്കുക, പ്രശ്നം അവസാനിപ്പിക്കും. അങ്ങനെയാണ് വിജയിക്കുന്നത്. അങ്ങനെ ആ സമരം അങ്ങനെ ഗിരിജേച്ചി തിരിച്ചെടുത്തതിന് ശേഷം പരിഹരിച്ച്. കൂപ്പൺമാൻ സമരവും അങ്ങനെ തന്നെ 30 തൊഴിലാളികൾക്കൊന്നും കൊടുക്കാതെ പൂട്ടി വിടുക. ഇനി 31-ാം തീയതി പൂട്ടും, 25-ാം തീയതി ആയിട്ട് ഒരു വിവരവുമില്ല. അവിടെ പിന്നെ ചോദ്യം പറിച്ചിട്ട് ഇങ്ങനെ പറയാന്നല്ലാതെ ഒരു കൃത്യമായിട്ട് മറുപടി ഇല്ല. കാരണം മാനേജരോടും പറഞ്ഞ് പോകണ്ട, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരാതെ നിങ്ങളും മുന്നിൽ വീട്ടിൽ പോകണ്ട, ഞങ്ങളും പോകില്ല, തീരുമാനമാക്കിയിട്ട് വീട്ടിൽ പോവാം. അങ്ങനെ പിന്നെ അവിടെ 24 മണിക്കൂർ സമരമാക്കി. രാവും പകലും ഞങ്ങളവിടെ സമരം ചെയ്യുക. അവരിതേപോലെ നമ്മളിൽ ആരുടെയും സ്വാധീനിക്കാൻ പറ്റുമോ വെച്ചിട്ട് കമ്മീഷണർ വരെ വിളിച്ച് വെച്ചപ്പോൾ ആരും സ്വാധീനമില്ല, ഒക്കെ തൊഴിലാളികൾ തന്നെയാണ് സമരം ചെയ്യുന്നത്. അപ്പം പോലീസൊക്കെ വന്നേ. പോലീസുകാരുടെ ഞങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ, നമ്മളിപ്പോൾ അവസാനിപ്പിക്കും, നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ എഴുതി തരികയാണെങ്കിൽ നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. പോലീസിന് ഇടപെടാൻ പറ്റില്ല, അത് ലേബറാ ഇഷ്യൂ, തൊഴിലാളി പ്രശ്നമാണല്ലോ.
ഞങ്ങൾ അതിക്രമത്തിനൊന്നും പോളില്ല, ഞങ്ങളവിടെ ഇരിക്കും, ഞങ്ങൾക്ക് തീരുമാനമാവണം. ഞങ്ങൾ ആരും തല്ലൊന്നും ഉണ്ടാക്കാൻ പോളില്ല. അങ്ങനെ ആ സമരവും വിജയിച്ച്. അവിടുന്ന് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ഞങ്ങളെ വിളിച്ച്. പിന്നെ രാത്രി 1 മണി 1:30 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അന്നേരം മുതൽ ചർച്ച. രാവിലെ 7 മണിക്കാണ് തീർന്നത്. എല്ലാം എഗ്രിമെൻ്റായി, ചെക്ക് വരെ കൊടുത്ത്. ഇവരെ ഗ്രാറ്റുവിറ്റി, കോമ്പൻസേഷൻ, പിന്നെ ഇവരെ PF ഒക്കെ ഒന്നും ഇവിടെ ഇല്ലേ, ഇനി ഇവരെ മാനേജ്മെൻറ്റ് ഒക്കെ തിരിച്ച് ചെക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. ഉറക്കം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ സമരം ചെയ്യുക. ആ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയുള്ളൂ. കൂപ്പൺമാൾ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമ്മൾ ഇരിക്കൽ സമരം. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വിജയിച്ച്. അത് കഴിഞ്ഞ് 15-ലാണ് CO സമരം, കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർ സമരം. 16 കൊല്ലം മുമ്പൊരിക്കൽ ജോലി തേടി പുറപ്പെട്ട COമാരുടെ കതരത്തിൽ കഥയൊന്ന് കേൾക്കണം എന്ന് തന്നെ ഞങ്ങൾ പന്തൽ കെട്ടിങ്ങോട്ട് പോരുക. പല പ്രാവശ്യം അവരെ സമീപിച്ച് 1000 ഉറുപ്പ്യ 1500 ശമ്പളത്തിന് ഡിഗ്രി വരെ പഠിച്ച സ്ത്രീകൾ, 8 സ്ത്രീകളായിട്ട് 16 കൊല്ലം 1000-1500 ഉറുപ്പ്യ ജോലി ചെയ്യുക, രാവും പകലും പിന്നെ പ്രൊജക്റ്റ് ചെയ്യലും അതും ഇതൊക്കെ ആയിട്ട്. ഇവർ അന്ന് വലതുപക്ഷ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഇവർ കൈക്കൂലിയൊക്കെ കൊടുത്ത് അത് ശരിയാക്കാനുള്ള പരിപാടിയൊക്കെ ആക്കാൻ പോയിനി. ആരോ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിച്ചിട്ട് പോകുമ്പോൾ ഞാൻ കാണുക ഞങ്ങളിങ്ങനെ പോവുക. ഞാൻ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, പലിശക്ക് പൈസ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടാവുക. എനിക്കറിയുന്ന ആൾക്കാരായി 8 ആളും. അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാവും, പരിഹരിക്കാം നമുക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് അതേപോലെ അതിൽ നിന്നും പെടാതെ അവർ തിരിച്ചു വന്ന് സമരത്തിന് തയ്യാറായി. സമരം ചെയ്ത് 41 ദിവസം സമരം ചെയ്ത് നിരാഹാരമൊക്കെ കിടന്നു. അവസാനം ഞാൻ കിടന്നു 4 ദിവസം. തീരുമാനമായി പിന്നെ പെട്ടെന്ന് 10,000 മാസം കൊടുക്കാമെന്നും പിന്നെ 1 കൊല്ലം കൊണ്ട് പരിശോധിച്ചിട്ട് അവരെ സ്ഥിരാക്കാമെന്നൊക്കെ പറയും. പുനഃപരിശോധിച്ച് സ്ഥിരാക്കാം. ഇപ്പോൾ ഒക്കെ സ്ഥിരം ജീവനക്കാരാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാരാണ്. അതും വിജയിച്ച്. അത് CO സമരം വിജയിച്ച്. പിന്നെ കുറേ സമരമുണ്ട്, അലക്ക് തൊഴിലാളികൾ സമരം, പിന്നെ സപ്ലൈകോ സമരം. ഇതെല്ലാം ന്യായമായിരുന്നു. സപ്ലൈകോ സമരം എന്ന് വെച്ചാൽ അന്ന് കടുക്, ഉലുവ, ഉഴുന്ന്, അങ്ങനെ ജീരകം, ഇത്ര സാധനങ്ങളൊക്കെ പാക്കിങ് പ്രൈവറ്റ് കമ്പനികൾക്കാണ് കൊടുക്കുക. എന്നാൽ അവർക്ക് സ്ത്രീകളുണ്ട് ഇവിടെ പാക്ക് ചെയ്യുന്നത്. ആ സ്ത്രീകൾക്ക് വലിയ പാക്കറ്റിൽ മുളക്, മല്ലി ഇതൊക്കെ പാക്ക് ചെയ്ത്, അപ്പോൾ അതിന് 1 ഉറുപ്പ്യ കൊടുക്കുക. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആ പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ ചെറിയ പാക്കറ്റല്ല, അപ്പോൾ എണ്ണം കൂട്ടാൻ പറ്റുമല്ലോ. 10 എണ്ണം ഇവർക്ക് കടുക് പാക്ക് ചെയ്യുന്നത് ഒരു ഒറ്റ ഒന്നാണ് ഈ വലിയ കുറേ മുളക് ഇതൊക്കെ പാക്ക് ചെയ്താൽ 1 ഉറുപ്പ്യ. ഇവിടെ 10 ഉറുപ്പ്യ കിട്ടേണ്ട സ്ഥാനത്ത് ഇവിടെ 1 ഉറുപ്പ്യക്ക് 1 പാക്കറ്റേ ഇവർക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ ഒരുപാട് അനീതികൾ ചെയ്തപ്പോൾ അന്ന് വരികൾ നമ്മളടുത്ത് വന്ന് ഞങ്ങൾ സമരമാക്കി. അവസാനം LDF ഗവൺമെൻറ് കയറി. അപ്പോൾ ഞങ്ങൾ മന്ത്രിയെ കാണാൻ പോയി. എല്ലാവരും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്ന മേളം പോലുള്ള കമ്പനിക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അതും കൂടി പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ സപ്ലൈകോൻ്റെ പാക്കിംഗ് തൊഴിലാളികളാണ്. അങ്ങനെ മന്ത്രി തീരുമാനിക്കുക, തിലോത്തമനോ അത് ഇവർക്ക് കൊടുക്കാൻ. അതങ്ങനെ. പിന്നെ അലക്ക് തൊഴിലാളികളൊന്നും അത് നഗരത്തിന് അവിടെ പാർക്കിംഗ് സൗകര്യം ആക്കാനുള്ള പരിപാടിയാണ് കോർപ്പറേഷൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അവർ ഓരോ ദിവസം ഓരോ ആൾക്കാർ കുറഞ്ഞ് വന്ന് എത്രയോ ആളുകളുടെ പണ്ട് സാമൂതിരി രാജാവ് ഇവർക്ക് കൊടുത്തതാ, ധോബികൾക്ക് കൊടുത്തതാ. അതൊരു കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പുതിയ തലമുറയൊന്നുമില്ല. ഇപ്പം വരില്ല, അവസാനിക്കും. അപ്പം ഇവർക്കത് അവിടെ ഉപജീവന മാർഗം നടത്താനുള്ള സൗകര്യമായിട്ട് അങ്ങനെ പോട്ടെ. എല്ലാവരും പ്രായമായി, ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ ആൾക്കാരും ഇല്ല. അതിന് കോർപ്പറേഷൻ തയ്യാറായി നിൽക്കണം, അതിന് അവർക്ക് സമയം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ
ജീവിച്ച് പോണത്. പിന്നെ സമരങ്ങൾ അവിടെ നടത്തിയത് മറ്റ് സ്റ്റോളുകളൊക്കെ അവിടെ കൊണ്ടുപോയി കിട്ടിയത്. അപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കാക്ക വന്ന് തിന്നു. എന്നിട്ട് ഓരോ അലക്കിയിട്ട വെള്ള ഡ്രസ്സിലൊക്കെ ആയിരിക്കും കാക്ക വന്നിരിക്കുക. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായപ്പോൾ സ്റ്റോള് കിട്ടാൻ വരുമ്പോൾ ഞങ്ങൾ തടഞ്ഞു, പറ്റൂല, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ എഴുത്ത് കൊടുത്തിട്ടുണ്ട്, ഇവരെ അറിയിച്ചിട്ടുണ്ട്. അത് ചവറ്റുകൊട്ടയിട്ടാണ് ഇവർ അത് വിഷയമല്ലാതെ വന്നത്. ആ സമര സമയത്തൊന്നും ഇവരങ്ങനെ ഒരു തൊഴിലാളികൾ പറയുന്ന രീതിയിൽ അവിടെ പിന്നെ സ്റ്റോൾ കിട്ടുക, ചെറിയ തോതിലൊക്കെ കിട്ടുക എന്നല്ലാതെ ഭക്ഷണ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ള ആ കണ്ടീഷനിലൊക്കെ പോവുക ചെയ്ത്. ഇന്നിപ്പോൾ ഐറ്റങ്ങളവിടെ ജീവിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ. ഞാനത് മേയറായി സംസാരിച്ച മേയർ ഞങ്ങളും തൊഴിലാളികളെ ദ്രോഹിക്കൂലല്ലോ വിജി, അവർ ജീവിക്കട്ടെ, നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്.